അതെ, നമ്മൾ ഈ വിഷു ആഘോഷിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. ആ, നമ്മുടെ വേനൽക്കാലത്തെ വിഷുവും വിഷുക്കണിയും വിഷു കൈനീട്ടവും ഒക്കെ നമുക്കേറെ പ്രിയപ്പെട്ടതാണല്ലേ. പക്ഷേ നമ്മൾ കണിയൊരുക്കാൻ ഉപയോഗിക്കുന്ന ഈ കണിക്കൊന്ന ഈ വിഷുക്കാലത്ത് മാത്രം പൂക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിന് പിന്നിലും ചില കഥകളുണ്ട്. പിന്നെ നമ്മുടെ വിഷുക്കണിയിലേക്ക് ശ്രീകൃഷ്ണൻ വന്നതിന് പിന്നിലുമുണ്ട് ചില കഥകൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മറന്നു തുടങ്ങിയ അത്തരം ചില കഥകളാണ്. നമ്മുടെ വിഷുവിൻ്റെ കഥ. ഈ ഉത്സവത്തിൻ്റെ കഥ തുടങ്ങുന്നത് AD 825 നമ്മുടെ മലയാളം കലണ്ടറായ കൊല്ലവർഷമൊക്കെ വരുന്നതിന് മുൻപുള്ള സംഘകാല ചരിത്രത്തിലാണ്. പക്ഷേ കാർഷിക ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരുന്ന ഈ ഉത്സവത്തിന് വിഷു എന്നൊരു പേര് പോലും അന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കണിക്കൊന്ന പൂക്കൾ ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി മാറിയതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. ഈ കണിക്കൊന്ന ഒരു ഡ്രൈ ഡെസിഡ്യൂസ് അഥവാ വരണ്ട കാലാവസ്ഥയിൽ ഇല പൊഴിക്കുന്ന മരമാണ്. കടുത്ത വേനൽ ചൂടിൽ ജലം നഷ്ടമാകാതിരിക്കാൻ അത് ഇലകളെല്ലാം കൊഴിക്കുകയും ആ കടുത്ത ചൂടിൽ അടുത്ത തലമുറയെ നിലനിർത്താനുള്ള ഒരു സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗമായി പൂവിടുകയും ചെയ്യും. അക്കാലത്ത് വേനൽ മഴ പെയ്യും മുമ്പ് കൃഷി ഇറക്കാൻ പ്രകൃതി തങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പായിട്ടാണ് പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങളെ കർഷകർ കണ്ടിരുന്നത്. കാലം കുറച്ചുകൂടി കടന്നുപോയപ്പോൾ ജ്യോതിശാസ്ത്രവും കൊല്ലവർഷവും ഒക്കെ കടന്നു വരികയും ഈ ഉത്സവത്തിന് മറ്റൊരു രൂപം കൈവരികയും ചെയ്തു. സൂര്യൻ മീനരാശിയിൽ നിന്നും മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ വിഷുവായി കണക്കാക്കുവാനും ആരംഭിച്ചു. പക്ഷെ അപ്പോഴും അത് മതപരമായ ഒരു ഉത്സവമായിരുന്നില്ല, മറിച്ച് ഒരു കാർഷിക പുതുവർഷം മാത്രമായിരുന്നു. കർഷകൻ തൻ്റെ ആദ്യ വിളകളായ ചക്കയും മാങ്ങയും നെല്ലുമൊക്കെ വെച്ച് പ്രകൃതിയെ വന്ദിച്ചിരുന്ന ഒരു ഉത്സവം. കൂടാതെ പുതിയ കൃഷി ഇറക്കാൻ കുടുംബനാഥൻ വിത്തുകളോ നാണയങ്ങളോ ഒക്കെ നൽകുന്ന രീതി ഉണ്ടായിരുന്നുവെന്നും അതാണ് പിൽക്കാലത്ത് വിഷുക്കൈനീട്ടമായി മാറിയത് എന്നും കരുതപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ സംസ്കൃതവൽക്കരണവും ബ്രാഹ്മണ്യത്തിൻ്റെ സ്വാധീനവും ശക്തിപ്പെട്ടു. പ്രാദേശിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പുരാണങ്ങളുമായി ചേർത്ത് പുനർവ്യാഖ്യാനിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇത്തരമൊരു സാംസ്കാരിക മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് വിഷുവിനോടൊപ്പം കൃഷ്ണനെയും കൃഷ്ണന്റെ കഥകളെയും കൂട്ടിച്ചേർക്കപ്പെടുന്നത്. സയൻസും ചരിത്രവും കഥകളും എന്തൊക്കെ തന്നെയായാലും ഈ വേനലവധിക്കാലത്ത് പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയും വിഷുക്കണിയും പിന്നെ വിഷുക്കൈനീട്ടമായി കിട്ടുന്ന പോക്കറ്റ് മണിയുമൊക്കെ ഏതുകാലത്തെയും കുട്ടികൾക്ക് മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത ഒരു ഓർമ്മ തന്നെയാണ്.